വയസ്സാണ്. 1.5 വയസ്സ്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. എപ്പോഴും എൻ്റെ വീഡിയോകളിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എന്താണ് എൻ്റെ മൊത്തത്തിലുള്ള എയിം ചെയ്യുന്നതെന്നും ഏതൊക്കെ രീതിയിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ ഇത് കണ്ടിട്ടും മനസ്സങ്ങനെ ഒരു തടസ്സം മനസ്സിന്. അത് പറയാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തോ ഞാനിതാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ വീഡിയോയിലാണല്ലോ എല്ലാം പറയുന്നത്. അതേ പറഞ്ഞാൽ സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. ആ കുട്ടി 2 കൈയും ഒടിഞ്ഞിട്ട് ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ചിത്രം മനസ്സിൽ വല്ലാതെ അത് മനസ്സിന്ന് പോണില്ല. സംസാരിക്കാതിരിക്കാൻ ആകുന്നില്ല. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യോ, ഇതുപോലെ ഈ ദേഷ്യം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇത്തരം കീടങ്ങളോട് ഞാൻ തന്നെ സ്വയം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടക്കും. അറ്റുങ്ങളെ എന്തെങ്കിലും മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ. നെടുമങ്ങാടാണ് സംഭവം. നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് കൊന്നിരിക്കുന്നു. അമ്മയ്ക്ക് പങ്കുണ്ടോ എന്ന് ഇതുവരെ പോലീസ് പുറത്തു വിട്ടിട്ടില്ല. എന്നിരുന്നാലും അമ്മയും അറിഞ്ഞുകൂടാതെ ഈ സംഭവം നടക്കത്തില്ല. ഈ സംഭവത്തിന് വളരെ വർഷങ്ങൾ പഴക്കമുണ്ട്. അതായത് അഖില എന്ന ഈ കുഞ്ഞിന്റെ അമ്മയുടെ ആദ്യ ഭർത്താവിന്റെ മരണത്തിൽ പോലും ദുരൂഹതയുണ്ട് എന്ന് ആദ്യ ഭർത്താവിന്റെ അച്ഛൻ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 വർഷങ്ങൾക്ക് മുൻപ് അഖില ഗർഭിണിയായിരുന്ന സമയത്ത് അഖിൽ എന്ന ആദ്യ ഭർത്താവ് മരിക്കുന്നു. ആ സമയത്ത് അഖിലയ്ക്ക് വേറൊരാളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് അഖിലിന്റെ അച്ഛൻ പറയുന്നത്. 2 ആഴ്ചയ്ക്ക് മുൻപാണ് ആ കുട്ടിയുടെ 2 കൈയും ഒടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ചെയ്തത്. അന്ന് അവർ പറഞ്ഞത് സൈക്കിള് ചവിട്ടിക്കൊണ്ടിരുന്നപ്പോൾ സൈക്കിളിൽ നിന്ന് വീണാണ് 2 കൈകൾക്കും പരിക്ക് പറ്റിയെന്ന്. സത്യത്തിൽ അതായിരിക്കില്ല. മൃഗീയമായി ആ കുഞ്ഞിനെ തല്ലിച്ചതച്ചതാണ്. ദേഹത്തുള്ള പാടുകൾക്ക് മാസങ്ങളോളം പഴക്കമുണ്ട്. 51 മുറിവുകളാണ് ആ കുഞ്ഞിന്റെ ശരീരത്തുണ്ടായിരുന്നത്. കൂടാതെ 2 കൈയുടെ എല്ലും പൊട്ടിയിട്ടുണ്ട്. ശരീരമാസകാലം സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകൾ. ചെയ്തത് 2ാം ഭർത്താവ് അർഷാദ്. ഈ ചെറ്റ ഇതിനു മുമ്പ് വേറൊരു കല്യാണം കഴിച്ചവൻ കൂടിയാണ്. ആ സ്ത്രീയെ തല്ലിച്ചതച്ച് കോമയിലാക്കി അതൊരു പരുവത്തിൽ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ അവസ്ഥയിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തനെയാണ് ഈ അഖില വിളിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിക്കുന്നത്. ആദ്യ ഭർത്താവിന്റെ മരണശേഷം പ്രസവം വരെ അവർ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു എന്നും അത് കഴിഞ്ഞിട്ട് അവർ ഈ അർഷാദിനോടൊപ്പം താമസം മാറ്റുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കുഞ്ഞിനെ അമ്മയോടൊപ്പം വിടാൻ സത്യത്തിൽ അഖിൽ എന്ന ആദ്യ ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും, അതായത് കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടെ കൂടെ നിർത്തിയിരുന്ന കുഞ്ഞിനെ ബലം പ്രയോഗിച്ചാണ് ഈ അഖില കൂടെ കൂട്ടിക്കൊണ്ടുപോയത്. കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട സാഹചര്യത്തിൽ 2 ആഴ്ചയ്ക്ക് മുൻപ് കുഞ്ഞിനെ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും. അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ ഇവരോടൊപ്പം വിടാം എന്നുള്ള തീരുമാനം എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇരിക്കുന്നതിനുമിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. സംഭവത്തെ പറ്റി നിലവിൽ അഖില പറയുന്നത് കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ദേഷ്യം വന്ന് ഈ തെണ്ടി, ഈ അർഷാദ് എന്ന് പറയുന്ന ചെറ്റ ആ കുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ അടിച്ചു എന്നാണ്. അടിയേറ്റ് ബോധരഹിതനായി വീണ കുട്ടിയെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 51 മുറിവുകൾ ശരീരത്തിലുണ്ടെങ്കിലും കുട്ടിയുടെ മരണ കാരണം എന്ന് പറയുന്നത് ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവും തലയ്ക്ക് പിന്നിലേറ്റ മാരകമായ അടിയുമാണ്. ഒരു കുഞ്ഞിന്റെ ആന്തരിക അവയവത്തിന് കേടുപാട് വരണമെങ്കിൽ അതിനെ നിലത്തിട്ട് ചവിട്ടി കാണണം. കൈ മുഷ്ടി ചുരുട്ടി ഇടിച്ചു കാണണം. അങ്ങനെ മുഷ്ടി ചുരുട്ടി ഇടിക്കാതെയോ ചവിട്ടാതെയോ ഒന്നും ആന്തരിക അവയവത്തിന് കേടുപാടുകൾ വരില്ല. ഇല്ലെങ്കിൽ എടുത്ത് എറിഞ്ഞിട്ടുണ്ടാകണം. നമ്മുടെ ഈ എല്ലുകളും അല്ലെങ്കിൽ മുൻവശത്തെ ഈ തൊലിയും അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അതിനുള്ളിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു ചൂരൽ കൊണ്ട് അടിക്കുന്ന ഒരു അടിയൊന്നും പോരാ. കേരളത്തിന്റെ മാത്രമല്ല, ആകെ മൊത്തം ലോകം മൊത്തം ഇങ്ങനെ കുറെ മൃഗീയ ജീവികളുണ്ട്. ഞാൻ ഈ അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ആ കുഞ്ഞിനെ സുരക്ഷിതമായി നോക്കാൻ കഴിയില്ല എന്നിരിക്കട്ടെ, 2ാമതൊരാളെ തേടി പിടിച്ച് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകാനിരിക്കുകയാണെന്നിരിക്കും, അല്ലെങ്കിൽ അയാളോടൊപ്പം ജീവിക്കാൻ പോവുകയാണ്. അയാൾ ഓൾറെഡി ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള, സ്വന്തം ഭാര്യയെ തല്ലിച്ചതച്ച് കോമയിലാക്കിയ ഒരുത്തനാണ്. നിങ്ങൾക്ക് എന്ത് കാമഭ്രാന്ത് വരുത്തിയിട്ടാണ് നിങ്ങൾ അയാളുടെ കൂടെ പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ആ കുട്ടിയുടെ ജീവനെങ്കിലും സുരക്ഷിതമാക്കാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് നേടി? 1.5 വയസ്സടാ, 1.5 വയസ്സ്. കേരളം ആദ്യമായിട്ടൊന്നും അല്ല ഞെട്ടുന്നത്. കേരളത്തിൽ ഒരുപാട് പേർ മനസാക്ഷി മരവിച്ചു പോയി എന്ന് പറയുമ്പോൾ
ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ മാത്രം നമുക്ക് എടുക്കാം. 2014 കോട്ടയം കുമാരനല്ലൂർ കേസ്, അതും ഇതുപോലെ തന്നെ. ഷാനവാസ് എന്ന അമ്മയുടെ കാമുകൻ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊന്നു. 2022 എറണാകുളം തൃക്കാക്കര കേസ്, അമ്മയുടെ കാമുകൻ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തലയ്ക്കൊക്കെ മാരകമായി മുറിവേറ്റ ആ പെൺകുഞ്ഞ് ICUവിൽ കുറെ നാളുകൾ കിടന്ന് ഒടുവിൽ എങ്ങനെയോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏറെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയതാണ് 2019 തൊടുപുഴ കേസ്. അമ്മയുടെ കാമുകനായ അരുൺ ആനന്ദ് കുട്ടിയെ തലയ്ക്കടിച്ചു കൊന്നത്. കുട്ടിയെ എടുത്ത് എറിഞ്ഞു, നിലത്തിട്ട് ചവിട്ടി, എടുത്ത് തറയിലടിച്ചു, സോഫയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞു തലയോട്ടി തകർന്നാണ് ആ 7 വയസ്സുള്ള കുട്ടി മരിച്ചത്. ആലപ്പുഴ പുന്നപ്ര കേസ്, സ്വന്തം അമ്മ തന്നെ കുഞ്ഞു പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് എടുത്ത് കട്ടിലോട്ട് എറിഞ്ഞതാ. ചാത്തന്നൂർ കേസ് അതിലും മാരകമായിരുന്നു. അമ്മയും കാമുകനും ചേർന്ന് കുഞ്ഞിനെ മർദ്ദിക്കുക. പെറ്റ അമ്മയല്ലേടോ നിങ്ങൾ? നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ കുഞ്ഞ് നമ്മളെ എത്ര തല്ലിയാലും അവരുടെ അവസാന പ്രതീക്ഷ നമ്മളാണ്. നമ്മളടുത്തേക്ക് തന്നെയല്ലേ ഇത് വരിക? ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞാലും തല്ലിയാലും. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കളുടെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കത്തില്ല, തലയ്ക്ക് പ്രാന്തല്ലേ, ഒന്നാമത് അവധിയും കൂടി. കൈ കൊണ്ട് ഞാൻ അടിക്കാറില്ല. അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ എവിടെ കൊള്ളുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞു വടിയെടുത്ത് മുട്ടിന് താഴെയൊക്കെ അടിച്ചു കൊടുക്കും. എന്നാൽ പോലും നമുക്ക് കരഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്ന കാണുമ്പോഴേ, പക്ഷെ അപ്പം പോയി ഓമനിച്ച് കഴിഞ്ഞാൽ ഇവൻ നേരെ തലയിൽ കയറിയിരിക്കും. അതുകൊണ്ട് അപ്പം പോകത്തില്ല. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, മകനെ നല്ലോണം തല്ലി, അവൻ അതിന് നമ്മളോട് ദേഷ്യം ഉണ്ടാവും. പക്ഷെ വിത്തിൻ മിനിറ്റ്സ് ആ കുഞ്ഞ് നമ്മളടുത്തേ വരുള്ളൂ. അങ്ങനെ ആ പ്രതീക്ഷയോട് കൂടി ഈ എടുത്തെറിയുകയും തല്ലി ചതക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ അമ്മമാരുടെ അടുത്തേക്ക് ഈ കുട്ടികൾ പിന്നെയും വരും. 2 കൈകളും ഒടിഞ്ഞ് ആ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ആ കുട്ടിയുടെ ചിത്രത്തിൽ ആ കുട്ടി എത്ര നിഷ്കളങ്കമായി ചിരിക്കണം. ഒരു അമ്പോറ്റി പോലെ ഒരു കൊച്ചെന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ മനസ്സിൽ അപ്പോഴും അത് അമ്മയാണ്, അത് ആ അമ്മയാണ് എന്നെ സംരക്ഷിക്കും. ഈ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ റോഡിന് ഒരു വശത്തും മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഗാർഡിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും റോഡിന് ഇപ്പുറത്തോണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യും. കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റോഡിന് അക്കരെ നിൽക്കുന്നതോ ഇക്കരെ നിൽക്കുന്നതോ അല്ലെങ്കിൽ നടുക്കൂടെ വണ്ടി പോകുന്നതോ ഞാൻ ഓടിച്ചെല്ലുമ്പോൾ വണ്ടി എന്നെ ഇടിക്കുമോ എന്നതോ അല്ല അതിന്റെ കാര്യം. അത് ഏറ്റവും സുരക്ഷിതമായി നിൽക്കുന്നത് അതിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്താണ്, അതിന്റെ രക്ഷിതാവിന്റെ അടുത്താണ്. 100% ആ കുട്ടി അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് ഓടിയിരിക്കും, അത് ഉറപ്പാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കണം. എനിക്കും ഇത്രയും പ്രാർത്ഥനയുള്ളൂ. പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ചെയ്യാതിരിക്കാൻ പറഞ്ഞാലും ഈ സൈക്കോകളുടെ സ്വഭാവമാണ്. ഇവന്മാർക്ക് ഇത് പ്രാന്താണ്, ഇവന്മാർക്ക് വേറൊന്നും അറിഞ്ഞുകൂടെ. ഇങ്ങനെയാണ് ഈ ജീവികൾ, ഈ കാമപ്രാന്ത് പിടിച്ച കുറെ തള്ളമാരും ഇങ്ങനെ സൈക്കോളെ നോക്കി സെലക്ട് ചെയ്യുന്ന കുറെ കഴുതകളായിട്ടുള്ള അമ്മമാർ. ഇനി ഇങ്ങനെയൊന്നും ലോകത്തിൽ എവിടെയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.